അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. വലിയ സന്തോഷങ്ങളുടെ ഒരു പെരുമഴ പെയ്യുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മംഗലാപുരത്ത് 29ാമത് പ്രോഫ്കോൺ നടന്നുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ വേദികളിൽ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അറിവ് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നത് തന്നെയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രോഫ്കോണിൻ്റെ ഇന്നലകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രോഫ്കോൺ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ള അനുഭവമാണ്. അതിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുത്ത ഒരു പ്രതിനിധിയുടെ അനുഭവം ഉണ്ടാവാം, അതിലെ യാത്രയുണ്ടാവാം, അവിടെ നടന്ന സംസാരങ്ങളും ചർച്ചകളുമൊക്കെ അവരെ ഒരുപാട് സ്വാധീനിച്ചത് അവർക്ക് പറയാനുണ്ടാകും. അതേ സമയത്ത് അതിൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇവൻ്റ് അത് നടത്തുന്നതിന് വേണ്ടി അവർ ഓടി നടന്ന, അവർ ജീവിതത്തിൽ ചെലവഴിച്ച അവരുടെ സമയവും ആരോഗ്യവും ബുദ്ധിയും ചിന്തയും, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകാം. ഓരോ പ്രോഫ്കോണുകൾ കഴിയുമ്പോഴും ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾ അതിൻ്റെ സംഘാടകർക്ക് നൽകുന്ന സന്തോഷവും ആത്മവിശ്വാസവും സമാധാനവും ഈ ഘട്ടത്തിലും നമ്മൾ ഓരോരുത്തരും ഓർത്തെടുക്കുകയാണ്. ഇവിടെ നേരത്തെ പ്രോഫ്കോണുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന അതിൻ്റെ സംഘടനാ തലത്തിലാകട്ടെ IT തലത്തിലാകട്ടെ വ്യത്യസ്തമായ ഭാഗധേയങ്ങൾ നിർവഹിച്ചിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത്. ബഹുമാന്യനായ സി മുഹമ്മദ് റാഫി ചെമ്പ്ര, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിക്കൊണ്ട് തന്നെ ധാരാളം പ്രോഫ്കോണുകൾക്ക് നേതൃത്വം നൽകാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ IT രംഗത്ത് പ്രോഫ്കോണിൻ്റെ ഒരു കുതിപ്പ് ആരംഭിച്ചത് മുതൽ ഇന്നെത്തി നിൽക്കുന്ന ഈ വളർച്ചയുടെയൊക്കെ കാലം കണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട ഹഫ്സൽ, അതോടൊപ്പം സ്റ്റുഡൻസിൻ്റെ വിദ്യാർത്ഥി പ്രാതിനിധ്യത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള നസീം മാഞ്ചേരി എന്നിവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇവിടെ ആദ്യം ഈ പ്രോഫ്കോണിൻ്റെ വളർച്ചയെ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ആദ്യം റാഫി ചെമ്പ്രയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. റാഫിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ തുടക്കകാലം മുതൽ ബഹുജനങ്ങളെ ഈ ആദർശത്തോട് ബന്ധപ്പെടുത്തുക, ബഹുജനങ്ങളുമായി സംവദിക്കുക എന്ന ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. ഒരു 1970കളൊക്കെ ആകുമ്പോഴാണ് ഇത് വ്യത്യസ്ത വിഭാഗങ്ങളിലേക്ക്, സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ദഅ്വ പ്രവർത്തനങ്ങൾ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാവുകയും സമൂഹത്തെ തന്നെ വിവിധ സെഗ്രഗേഷനുകൾ ആയി കണ്ട് വിദ്യാർത്ഥികൾ, യുവാക്കൾ, വനിതകൾ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ മതസംഘടനകളിലെ മറ്റാരും ചിന്തിക്കാത്ത വിധം ആ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ 1970 മുതൽ ഒരു 90കളുടെ മധ്യം വരെ നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ 90കളുടെ മധ്യത്തിൽ നിന്നാണ് വിദ്യാർത്ഥികളെ തന്നെ കൂടുതൽ വൈവിധ്യപൂർണമായ രീതിയിൽ സമീപിക്കണമെന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടായി വരുന്നതും വിദ്യാർത്ഥികളിൽ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾ, ബാലവേദി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ മുതിർന്ന കലാലയങ്ങളിൽ ഡിഗ്രി PG തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അറബിക് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ കാലഘട്ടത്തിൽ 90കളിൽ ഇന്ത്യയിലുടനീളം ഉണ്ടായിട്ടുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ രംഗത്തുണ്ടായിട്ടുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ തുടക്കം ഒക്കെ വലിയ ബൂമിങ്ങായി വരികയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ആളുകൾ വളരെ ദുർലഭമായി മാത്രം ലഭ്യമായിരുന്ന മെഡിക്കൽ, എൻജിനീയറിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ വളരെ കൂടുതലായി പ്രത്യേകിച്ചും കേരളത്തിലെ മലബാർ പ്രദേശങ്ങളിലേക്കൊക്കെ വളരെ വ്യാപകമായി കടന്നു വരികയും കൂടുതൽ കുട്ടികൾ ഇത്തരം മേഖലകളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും അവർക്ക് പ്രത്യേകമായ അവരൊന്നിച്ചു കൂടിയിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന ചിന്തകൾ ഉണ്ടാവുന്നതും അങ്ങനെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രോഫ്കോണിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പ്രോഫ്കോണിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇതൊരു
നവ്യമായ ഒരു നൂതനമായ ചിന്തയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ തന്നെ നവോത്ഥാന പ്രസ്ഥാനത്തിന് തന്നെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാര്യവുമാണ്. കാരണം വെച്ചാൽ ഈ രംഗത്ത് ഉള്ള വിദ്യാർത്ഥികൾ പിന്നീട് അവർ പ്രൊഫഷണലുകളായി മാറുകയും വലിയ ഉയർന്ന ഉദ്യോഗ രംഗങ്ങളിൽ വരികയും വലിയ കമ്പനികളിൽ വരികയും വലിയ ഹോസ്പിറ്റലുകളിൽ വലിയ ഡോക്ടർമാരായി സേവനമനുഷ്ഠിക്കുകയും സമൂഹത്തിൻ്റെ ഒരു ക്രീമി ലെയർ തലത്തിൽ നിൽക്കുന്ന ഒരു ആളുകളായി അവർ ജീവിക്കുകയും ചെയ്യുമ്പോൾ അത്തരം ആളുകളെ പഴയ കാലത്തൊന്നും ഒരു മതബോധമുള്ള വലിയ സാമൂഹ്യ രംഗത്ത് വലിയ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ തന്നെ മതപരമായ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ അത്ഭുതമായ ആളുകൾ നോക്കിക്കണ്ടിരുന്നു. അവിടെയാണ് പ്രോഫ്കോൺ സൃഷ്ടിച്ചിട്ടുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയ നവോത്ഥാനം, ഒരു വലിയ സാമൂഹിക വിപ്ലവം നമുക്ക് 90കളുടെ മധ്യം മുതൽ നമ്മളിന്ന് ഒരു 30 വർഷം എത്തി നിൽക്കുമ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ ഇതുണ്ടാക്കിയിട്ടുള്ള വലിയൊരു വിപ്ലവം നമുക്ക് പ്രാഥമികമായി കാണാൻ സാധിക്കുന്നത് അവിടെയാണ്. ഇനി അതിൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ ഒരു വൈപുല്യത്തിലേക്ക്, വളർച്ചയിലേക്ക്, ഡെവലപ്മെൻറ്റിലേക്ക് വന്നാൽ വളരെ ചെറിയ 10, 40, 50 ആളുകൾ ഒതുങ്ങി നിൽക്കുന്ന വളരെ ചെറിയ ഒരു ക്യാമ്പസ് ഇവൻറ്റിൽ നിന്ന് 90കളിൽ അത് പതിയെ 95, 96, 97 കാലങ്ങളിൽ അത് പതിയെ നടന്നു വരികയും മർക്കസ് ദഅവ എന്ന് പറയുന്ന ISMൻ്റെ അക്കാലഘട്ടത്തിലെ സംസ്ഥാന ഓഫീസിൽ വെച്ച് അതിൻ്റെ ഓഡിറ്റോറിയത്തിൽ ചുരുങ്ങിയ രീതിയിൽ തുടങ്ങിവെച്ച അതിൻ്റെ പഴയ ചിത്രങ്ങൾ നമുക്ക് മനസ്സിലായി തന്നെ രാത്രി ഇന്നത്തെ പോലെ വലിയ ലൈറ്റിംഗ് സംവിധാനങ്ങളൊന്നുമില്ലാതെ ഒരു പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു 80 ആംബിയർ വരുന്ന ഒരു ചെറിയ മൈക്കിൻ്റെ ശബ്ദത്തിൽ തുടങ്ങിവെച്ച അതാണ് ഇന്ന് 10,000-ഉം 20,000-ഉം ആംബിയറുള്ള മൈക്ക് സെറ്റുകളിലേക്കും വലിയ വാട്സുകളുള്ള മൈക്ക് സെറ്റുകളിലേക്കും വലിയ സംവിധാനങ്ങളിലേക്കും വലിയ വെളിച്ചത്തിൻ്റെ സംവിധാനങ്ങളിലേക്കും മാറി വന്ന ഒരു വലിയ ഒരു വിപ്ലവമായി മാറിയത്. അപ്പം ഇതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 2001 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ആലപ്പുഴയിൽ നടക്കുന്ന പ്രോഫ്കോണാണ് എന്ന് 2003 വർഷത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. നമ്മളങ്ങനെ അപ്പോൾ വരുന്ന അത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എറണാകുളം സമ്മേളനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയൊരു നവോത്ഥാന രംഗത്ത് പുതിയ ഒരുപാട് ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അതേപോലെ തന്നെ മനക്കൊടി അൽ-അസ്ഹർ നടക്കുന്ന പ്രോഫ്കോൺ ഇതിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു തുടക്കമാണ്. അവിടെ നിന്ന് പ്രോഫ്കോൺ ഒന്നുകൂടി വിപുലമായ കുറച്ചുകൂടി വൈവിധ്യപൂർണമായ ഒരു രീതിയിലേക്ക് വരുന്നത് നമുക്ക് അതിൻ്റെ പ്രോഗ്രാമിലായിരുന്നാലും സംഘാടനത്തിനായിരുന്നാലും കുറച്ചുകൂടി ഒരു തുറന്ന ആക്ടിവിറ്റികളൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യം വരുന്നത് എനിക്ക് തോന്നുന്നത് പറളിയിൽ നടക്കുന്ന പ്രോഫ്കോണോടുകൂടിയാണ്. പറളിയിൽ നടക്കുന്ന പ്രോഫ്കോൺ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ വൈവിധ്യങ്ങൾ മുമ്പ് ഒരു ക്യാമ്പ് രീതിയിൽ നിന്ന് കുറച്ചും കൂടി ഒരു കോൺഫറൻസ് രീതിയിലേക്ക് മാറി തുടങ്ങുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് JDTയിൽ നടക്കുന്ന ഒരു സമ്മേളനത്തോടനുബന്ധിച്ച് ആയതുകൊണ്ട് തന്നെ പറളിയുടെ ഒരു റിപ്ലിക്കേഷൻ എന്ന് തന്നെ പറയാവുന്ന JDT ക്യാമ്പസിൽ നടന്നിട്ടുള്ള ആദ്യവും JDT നടന്നിട്ടുണ്ട്, രണ്ടാമത് വീണ്ടും JDT ക്യാമ്പസിൽ നടക്കുന്ന മനോഹരമായൊരു പ്രോഫ്കോണാണ്. പക്ഷെ പ്രോഫ്കോണിൻ്റെ ഒരു വളർച്ചയിലുണ്ടായ ഒരു വിപ്ലവം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ ആദ്യമായി നമ്മൾ തെക്കൻ കേരളത്തിൽ നടത്തിയ പ്രോഫ്കോണോടുകൂടിയാണ്. പ്രോഫ്കോൺ എന്നുള്ളത് ഇതിൻ്റെ വർഷത്തിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ആലുവ YMCA ക്യാമ്പസിൽ പ്രോഫ്കോൺ നടക്കുന്നുണ്ട്. മാമൻ മാപ്പിള ഹാള് നമുക്ക് തന്നിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും ഹൈ ലെവലായിട്ടുള്ള കോർപ്പറേറ്റ് മേളകളും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളുമൊക്കെ നടക്കുന്ന മലയാള മനോരമയുടെ ഹാളിൽ
നമ്മളുടെ ഒരു ഇവൻ്റ് നടന്നു, ഒരു പ്രോഫ്കോൺ നടന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് വലിയൊരു മൈലേജ് തരാൻ. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് തിരുവനന്തപുരത്ത് പങ്കെടുത്തിട്ടുണ്ട്. അതെ, കെ എം മാണി വന്നിരുന്നു. ഇപ്പോഴത്തെ മന്ത്രി വാസവൻ അന്ന് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം അതിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. മാമൻ മാപ്പിള ഹാളിൽ നടന്നൊരു പ്രോഗ്രാം എന്നുള്ളതാണ് പിന്നീട് നമ്മൾ പ്രോഫ്കോണിനെ ബ്രാൻഡ് ചെയ്തത് പോലും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് അതിന് ശേഷം നടക്കുന്ന പ്രോഫ്കോൺ നമുക്ക് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് വിട്ടുകിട്ടേണ്ടിയിരുന്നത്. അത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ പോലീസ് DGP ആണ് അതിന് ഓർഡർ ഇറക്കേണ്ടത്. DGPക്ക് ഓർഡർ ഇറക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നത് CM-ൻ്റെ ഓഫീസിൽ നിന്നാണ്, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിൽ നിന്നാണ്. പക്ഷേ DGPക്ക് ഞങ്ങളിത് പരിചയപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ പ്രധാനമായും മാമൻ മാപ്പിള ഹാളിൽ നടന്ന ഇവൻറ്റിൻ്റെ തുടർച്ച എന്നാണ് പറഞ്ഞത്. ആ ഒരൊറ്റ പേരോടുകൂടി പോലീസ് വെരിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് വലിയ അളവിൽ അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ആ ഒരു നമ്മൾ ഇവൻറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വെക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാടക കൊടുത്തൊരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും അത് നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു സ്വീകാര്യത അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ തന്നെ സംസാരിച്ചത് നീണ്ടുപോകും. ഇങ്ങനെ പിന്നെ തൃശ്ശൂർ പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ നോളജ് പാർക്ക് എന്ന് പറയുന്ന നമ്മൾ പേരിട്ട മുണ്ടൂരിലെ, അതെ, തിരുവനന്തപുരത്തിന് മുമ്പാണ് നടക്കുന്നത്. അവിടെ ഉണ്ടായ എനിക്ക് അവിടെയാണ് നമ്മൾ കോട്ടയത്തിന് ശേഷം ഹാളിൽ നിന്ന് കുറച്ചുകൂടി വിപുലമായ ഒരു പന്തൽ സംവിധാനത്തിലേക്ക് ഇറങ്ങുകയും കുറച്ചുകൂടി അധികം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ വന്നിട്ടുള്ളൊരു കോൺഫറൻസ് കൂടിയായിരുന്നു. സുഡാനിൽ നിന്നും മറ്റൊക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന അവരുടെ ഒരു അറബിയിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ള സെഷനുകൾ വളരെ വിപുലമായി നടന്നിട്ടുള്ളൊരു കോൺഫറൻസ് കൂടിയായിരുന്നു. അത് മാത്രമല്ല അതിലെനിക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ കോൺഫറൻസിൽ അന്നത്തെ ഇൻഡസ്ട്രി മിനിസ്റ്ററും IT മിനിസ്റ്ററുമായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബും അന്നത്തെ MP ആയിരുന്ന വഹാബ് സാഹിബും ഒരുമിച്ചാണ് വന്നത്. അതെ, ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിന് ശേഷം അന്ന് 2008-09 ആയിരിക്കും അത് നടക്കുന്നത് അല്ലേ, ഈ നോളജ് പാർക്ക്. അപ്പോൾ ആ സമയത്ത് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ IT മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ പ്രൊഫഷണൽ രംഗത്ത് നടക്കുന്ന പരിപാടികൾ അദ്ദേഹം വളരെയധികം പ്രൊമോട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. പക്ഷെ അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്ന, ഏകദേശം അന്നൊരു എനിക്ക് തോന്നുന്നു 4000-5000 ഇടയിൽ കുട്ടികൾ ഒന്നിച്ചൊരു പന്തലിരിക്കുന്ന അദ്ദേഹം വല്ലാതെ അതിൽ എക്സൈറ്റഡ് ആവുകയും അതിന് ശേഷം MSM എന്ന അന്നത്തെ നമ്മളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച്, എന്ത് കാര്യത്തിനും അദ്ദേഹത്തെ ഇപ്പോൾ മലപ്പുറം പ്രോഫ്കോണിനൊക്കെ നമ്മൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞൊരു കാര്യം, പ്രോഫ്കോൺ നടത്തുന്ന ആളുകൾ ആണ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞങ്ങളൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഇതിന് ശേഷം അദ്ദേഹത്തെ കാണാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 ഏരിയകളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. ഒന്ന് പൊതുജനങ്ങളെ സ്വീകരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഒന്ന് വളരെ പ്രൈവറ്റായി അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പുള്ള ആളുകളെ സ്വീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടിൻ്റെ ഒരു കോലായും അതിൻ്റെ ഒരു ലിവിങ് റൂമും ഉണ്ട്. ഞങ്ങൾ ഈ പ്രോഫ്കോണിന് ശേഷം പോയപ്പോൾ അദ്ദേഹം PA-നെ വിട്ടിട്ട് ഞങ്ങളവിടെ അപ്പുറത്ത് കൂടി വരാനാണ്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളെ സ്വീകരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുകയും IT രംഗത്തുണ്ടാകേണ്ട മാറ്റങ്ങളും പുതിയ തലമുറ ഗവൺമെൻറ് തലത്തിൽ കൊണ്ടുവരേണ്ട പദ്ധതികളെക്കുറിച്ച് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയും അവരൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും, ഒരുപക്ഷെ MSF എന്ന സംഘടന ടെക്ഫെഡ് എന്നുള്ള ഒരു മൂവ്മെൻറ്റുമായി വരുന്നത് പോലും അതിന് ശേഷം ഈ ഒരു ഡിസ്കഷനിൽ MSM-ൻ്റെ ഒരു വലിയ സ്വാധീനം ആ കാര്യത്തിലുണ്ട് എന്നുള്ളത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ നമ്മളുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള ആളുകളാണ് അതിൽ അന്ന് MSM-ൽ ഉണ്ടായിരുന്ന ആളുകൾ കൂടിയാണ് അതിൽ ഇനീഷ്യേഷൻ എടുത്തത്. അതിനൊക്കെ അതായത് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പ്രോഫ്കോൺ ഒരു ചാലകശക്തിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോഫ്കോണിനെ കുറിച്ച് 2010 വരെ ആലോചിക്കുമ്പോൾ ഓർത്തെടുക്കാൻ കഴിയും. കൂടുതൽ വിശദീകരണം റാഫി സാറിൽ നിന്നുകൊണ്ട് മാറ്റി പിടിക്കുകയാണ്, ഒരു വഴിക്ക് തന്നെ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ പ്രോഫ്കോണുകളിൽ IT സപ്പോർട്ട് നമ്മൾ യഥാർത്ഥത്തിൽ അത് ഉപയോഗപ്പെടുത്തി തുടങ്ങിയ ഒരു കാലം ഏതാണ്?
അന്ന് നമ്മൾ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ അന്നത്തെ ചില മനോഹരമായ ഏതെങ്കിലും ഓർമ്മകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും. അഫ്സൽ അക്കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകും. അസ്സലാമു അലൈക്കും. അല്ല, ഞാൻ റാഫിക്ക പറഞ്ഞതിനോട് ഒരു കാര്യം ആഡ് ചെയ്തിട്ട് പിന്നെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. MSF മാത്രമല്ല, ബാക്കി സംഘടനകൾ, എനിക്ക് തോന്നുന്നു സുന്നി സംഘടനകളും പ്രോഫ്കോണിൻ്റെ ഒരു സ്വീകാര്യതയും അതിൻ്റെ ഒരു റിസൾട്ടും അതുണ്ടാക്കുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള മുസ്ലിം പ്രൊഫഷണൽസിനെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്, അവരും ആ ഒരു രീതിയിലേക്ക് മാറിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ പ്രോഫ്കോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ITയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറയാം. 2002 ഞാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അതിനു മുമ്പ് നാട്ടിൽ MSMായിട്ടൊക്കെ പ്രവർത്തനം ഉണ്ടെങ്കിലും ക്യാമ്പസ് വിങ്ങിലേക്ക് അറിയുന്നത് ഭയങ്കര ഒരു ചുവടുമാറ്റമാണ്. അതിൽ ഇന്നും ഞാൻ വളരെ ബഹുമാനിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ TK ഫവാസ്ക, അദ്ദേഹമാണ് എന്നെ ക്യാമ്പസ് വിങ്ങിലേക്ക് അടുപ്പിക്കുന്നതും ഈ പ്രോഫ്കോണിനെ പരിചയപ്പെടുത്തുന്നതും. ഞാൻ ക്യാമ്പസിൽ എത്തിയിട്ട് ആദ്യത്തെ പ്രോഫ്കോൺ ശരിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴ പ്രോഫ്കോണാണ്. അത് കൊല്ലത്തുനിന്ന് എടുത്തായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എനിക്ക് ആ ഞായർ കഴിഞ്ഞുള്ള ദിവസം എനിക്കൊരു സെമിനാർ കിട്ടി, പെട്ടെന്ന് കിട്ടിയതായിരുന്നു. അതെടുക്കാനും അത് പ്രിപ്പയർ ചെയ്യാനൊക്കെ അന്ന് ഇന്നത്തെ മാതിരിക്ക് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ ഭയങ്കര ലിമിറ്റഡാണ്. അപ്പോൾ നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയി പഠിച്ച് കുറേ മെനക്കെട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അന്ന് സെമിനാർ എടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ തൊട്ടടുത്ത പ്രോഫ്കോൺ, അതായത് അത് എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ആദ്യത്തെ പ്രോഫ്കോണാണ് എന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രോഫ്കോൺ. അത് 2004 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂർ അൽ-അസ്ഹർ ക്യാമ്പസിൽ വെച്ചുള്ള പ്രോഫ്കോൺ. വളരെ മനോഹരമായ ഒരു മാന്തോപ്പിൽ ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട്, അന്ന് അംജയിൻ്റെ ഹബീബ് റഹ്മാനൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹമായിരുന്നു കുറേ പ്രോഗ്രാമിൻ്റെയൊക്കെ ആങ്കറായിട്ട് നിന്നതും മോഡറേറ്ററായിട്ട് നിന്നതൊക്കെ. ആ ക്യാമ്പസിൽ നിന്ന് ആദ്യമായി ഒരു ബസ്, TKM ക്യാമ്പസിൽ നിന്ന് അന്ന് ഒരു ബസ് അറേഞ്ച് ചെയ്തിരുന്നു. അപ്പം അത് വന്ന് ഇറങ്ങുന്നത് ഒരു പുലർച്ചെ 4 മണിക്കാണ്. അന്ന് ഞങ്ങളെ സ്വീകരിച്ചത് ഒരു മങ്കി ക്യാപ്പ് എന്നൊക്കെ പറയുന്ന ക്യാപ്പൊക്കെ ഇട്ടിരിക്കുന്ന നമ്മളെ സ്വീകരിച്ച എൻ്റെ അടുത്തൊരു സുഹൃത്ത്. പിന്നീട് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അവനെ കാണുന്നത്, നമ്മുടെ പറളിയിലുള്ള ഇർഷാദിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെയാണ്. അപ്പോൾ ഒരുപാട് എനിക്ക് സുഹൃത്തുക്കളെ തന്നൊരു പ്രോഗ്രാമാണത്. അന്ന് ഞാൻ പങ്കെടുത്ത ആ ഒരു പ്രോഫ്കോണിൽ ഉള്ള ഒട്ടുമിക്ക ആളുകളും പിന്നീട് സംസ്ഥാന തലത്തിൽ നേതാക്കന്മാരായി വന്നു എന്നുള്ളതാണ് റാഫിക്ക പറഞ്ഞതിൻ്റെ ഒരു റിസൾട്ട്. അവിടെ അന്ന് ഞാൻ കണ്ടു. അവരൊക്കെ ഇന്നും പല രംഗത്തും സജീവമാണ്. അപ്പോൾ അന്ന് ഇന്നും അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ റാഫിക്ക പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു പ്രോഫ്കോൺ ഒന്ന് ജനകീയമായത് എനിക്ക് തോന്നുന്നു മലപ്പുറം പ്രോഫ്കോണിനോട് കൂടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആളുകൾ മറ്റേതൊരു ക്യാമ്പസ് വിങ്ങിൻ്റെ സ്റ്റുഡൻസ് പരിപാടി എന്നുള്ളതിനേക്കാൾ ഒരു ജനകീയ പരിപാടിയായി മാറിയത്. ആ പ്രോഗ്രാമിലേക്ക് കൂടുതൽ പ്രൊഫഷണൽ കുട്ടികളെ എത്തിക്കുക. അത് എനിക്ക് IT തലത്തിൽ നോക്കിയാൽ ആദ്യമായിട്ട് എല്ലാ വെന്യൂവും ലൈവ് സ്ട്രീം ചെയ്യണം എന്നുള്ള നിർദ്ദേശം കിട്ടിയത് എനിക്ക് മലപ്പുറം പ്രോഫ്കോണിലാണ്. നമ്മൾ 2011 രണ്ടത്താണി സമ്മേളനം നടത്തിയില്ലേ? രണ്ടത്താണി സമ്മേളനം നടത്തിയപ്പോൾ നമ്മളെ സെക്കൻഡ് വെന്യൂ കുറച്ച് ദൂരെയായിരുന്നു, ഓർമ്മ ഉണ്ടാവും? സെക്കൻഡ് വെന്യൂവിലേക്ക് അപ്പോൾ ഇവിടെ ആൾ കൂടിയിട്ട് കുറേ ആളുകൾ അവിടെ കൊണ്ടേ ഇരുത്തി. അവർക്ക് ലൈവ് ഇത് കാണുന്നില്ല. അന്നത്തെ ഓരോ ചലഞ്ചുകൾ നിങ്ങൾ ആലോചിക്കണം. അന്ന് എന്നിട്ട് IT വിങ്ങിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ ലൈവ് കണ്ടത്. ആദ്യമായി ലൈവ് സ്ട്രീം ഇൻ്റർനെറ്റിലേക്ക് ഫീഡ് ചെയ്ത് അത് ഡൗൺലോഡിങ് ചെയ്ത് ലൈവ് കാണിച്ച, അതായത് വലിയൊരു സാഹസത്തിന് മുമ്പ് തന്നെ കേബിൾ ഇടാൻ അതൊക്കെ ഒരുപാട് ചലഞ്ചുകൾ. അന്നത്തെ ഏറ്റവും വലിയ ചലഞ്ചുകൾ മെയിനായിട്ട് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ്, സ്പീഡ്. 2 ഈ ക്യാമറ സംവിധാനങ്ങളിലൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കുക. പലപ്പോഴും ഈ വാടകയ്ക്ക് വരുന്ന ആളുകളും നമ്മളും തമ്മിൽ സിങ്ക് ആവില്ല. അങ്ങനത്തെ ഒരുപാട് ചലഞ്ചുകൾക്കിടയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മളുടെ ക്യാമറ സിസ്റ്റം ഉണ്ട്, നമുക്ക് മിക്സറുകളുണ്ട്. മീഡിയ സ്കൂൾ തന്നെ മാഷാ അല്ലാ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ്, ഒരുപാട് നമ്മുടെ കുട്ടികൾ തന്നെ ഇതിലൊക്കെ വളരെ സ്കിൽഡായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊന്നും ഇപ്പം ഇന്നലെ റാഫിക്ക് പറഞ്ഞ് നീ വന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തോളൂ. ഞാൻ പറഞ്ഞ് ഇപ്പം ഞാൻ ഇവരുടെ നിന്നാണ് പഠിക്കേണ്ടത്. കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ മുന്നിൽ നടക്കാൻ നമ്മൾ IT രംഗത്ത് നമുക്കുണ്ടായിരുന്ന ഒരു മികവും മേൽക്കോയ്മയും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങൾ കൂടെ നസീമിൻ്റെ അടുത്തുനിന്ന് കൂട്ടിച്ചേർത്തതിന് ശേഷം ഇൻഷാ അല്ലാ പൂർത്തിയാക്കാൻ തോന്നുന്നു.
അപ്പോൾ അതിൽ ഇപ്പോൾ റാഫിക്ക ഇവിടെ ഇതിൻ്റെ ആ ഒരു കാലഘട്ടം പറയുമ്പോൾ ശരിക്കും ഞാനതിൻ്റെ അന്ന് ഞാൻ പങ്കെടുത്ത പ്രോഫ്കോണുകളിലൂടെ ഇങ്ങനെ ഒരു ഓർമ്മകൾ ഇങ്ങനെ തെളിഞ്ഞു പോയി. അപ്പോൾ ഒരുപാട് എന്താ പറയുക നല്ല നല്ല ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ അന്ന് പ്രോഫ്കോൺ എന്നല്ല. ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന പ്രോഫ്കോൺ പറളിയിലെ പ്രോഫ്കോണാണ്. പാലക്കാട് പറളിയിൽ വെച്ചാണ്. അന്ന് കോഴിക്കോട് നിന്ന് ഡോക്ടർ അബ്ദുൽ മാലിക്കായിരുന്നു ഞങ്ങളുടെ അമീർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് അതേപോലെ മറ്റ് നഴ്സിംഗ് കോളേജിൽ എൻജിനീയറിംഗ് കോളേജിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഒരു ബസ്സിൽ ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു പ്രോഫ്കോൺ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ചാർജ് ഉണ്ട്. അത് ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അത്രയും ഭയങ്കര ഒരു ഇതാണ് നമുക്ക്. ആ പ്രോഗ്രാം 3-ാം ദിവസം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ബസ് കയറുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭയങ്കര ഒരു നമ്മളൊരു എന്താ പറയുക ഒരു സ്പാർക്കിംഗ് ആയിരുന്നു യഥാർത്ഥത്തിൽ അതിൽ നിന്ന് കിട്ടിയത്. പിന്നീട് തുടർന്നുള്ള ചില പ്രോഫ്കോണുകൾ ഇപ്പോൾ തൃശ്ശൂർ പ്രോഫ്കോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നൊരു സംശയം പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ സാസിലിരിക്കുന്നവരൊക്കെ പ്രൊഫഷണൽ കുട്ടികളാണോ? അപ്പോൾ ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് എനിക്ക് തോന്നുന്നു സാബിർക്കാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആരും എണീപ്പിച്ചെടുത്ത് ചോദിക്കാം, അതായത് അത്രയും ഗ്യാരണ്ടി ഞങ്ങൾ തരുന്നുണ്ട് എന്ന് പറയാം. കാരണം ആ പന്തലിലെ മുഴുവൻ കുട്ടികളും പ്രൊഫഷണൽ കുട്ടികളാണെന്നുള്ളത് അന്ന് ആണയിട്ട്, അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനുണ്ടായിരുന്ന ഒരു സംശയം അവിടെ തീർത്തു കൊടുക്കണം. സദസ്സിന്റെ വലിപ്പം കണ്ട സ്വാഭാവികമായിട്ട് അവർക്ക് അതെ തോന്നുന്നു. അതെ, അദ്ദേഹം ഒരു സ്വാഭാവികമായിട്ട് അവിടെ ഉയർത്തിയിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളുടെ വരവും ഇതൊക്കെ വളരെ പ്ലാൻഡ് ആണല്ലോ. ഓരോ ബസ്സിൽ എത്ര കുട്ടികൾ എവിടുന്ന് കയറുന്നു എല്ലാം പ്ലാൻഡ് ആണ്. അതുകൊണ്ട് ധൈര്യത്തിൽ തന്നെ അന്നേ പറയാൻ കഴിയായിരുന്ന ഒരു സാഹചര്യം. അതെ 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 അതെ, അന്ന് ഈ മണ്ഡലങ്ങളിൽ നിന്നൊന്നും ബസ്സുകളില്ല. അതെ, പ്രാദേശിക സംഘടനകൾക്ക് അപ്പുറത്ത് ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾ ഒരുമിച്ച് വരുന്ന ഒരു ചിത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ വർക്കൊക്കെ അന്ന് നമ്മൾ അവിടെ മുജാഹിദ് സെൻറ്ററിൽ പോവും, ഇരുന്നിട്ട് ലിസ്റ്റ് ടൈപ്പ് ചെയ്തുണ്ടാക്കണം. ആദ്യം കേരളത്തിലെ ജില്ലാടിസ്ഥാനത്തിലുള്ള കോളേജുകളുടെ ലിസ്റ്റ് എടുക്കും. അപ്പോൾ ക്യാമ്പസ് വിങ്ങിൻ്റെ മെയിൻ അന്നൊരു പ്രധാന വർക്ക് ഇതായിരുന്നു. എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലുള്ള കുട്ടികളുടെ കോണ്ടാക്റ്റ് കണ്ടെത്തി അവരുടെ ഫോൺ നമ്പറൊക്കെ ടൈപ്പ് ചെയ്തൊരു വലിയ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് പിന്നെ അവരെ ഫോണിൽ വിളിക്കുന്നു, പിന്നെ അതേപോലെ സ്ക്വാഡിന് പോകുന്നു. അങ്ങനെയുള്ള ഭയങ്കര, ഇപ്പോൾ ഇതേപോലെ എൻ്റെ സീനിയർ ഉണ്ട് സുബീന, അദ്ദേഹം ഒരു സ്ക്വാഡിന് പോയപ്പോൾ ഒരു കോളേജിൽ ചെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ കോളേജ് പ്രിൻസിപ്പൽ എല്ലാ ക്ലാസ്സിലും കയറിയിട്ട് പ്രോഫ്കോണിനെ പറ്റി പരിചയപ്പെടുത്താൻ അയാൾ അവസരം കൊടുത്തു. കാരണം സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ എല്ലാ പ്രിൻസിപ്പൽമാരും അങ്ങനെ ചെയ്തോളുന്നുണ്ടാവില്ല. നമ്മുടെ ആ പ്രോഗ്രാമിൻ്റെ മെറിറ്റ് കണ്ടിട്ടാണ് ആ പ്രിൻസിപ്പൽ അങ്ങനെ ചെയ്തത്. അതൊക്കെ ഭയങ്കര പിന്നീട് ഇങ്ങനെ ചർച്ചകളിലൊക്കെ അത് വന്നായിരുന്നു. എല്ലാവർക്കും അത്ഭുതമായിരുന്നു അത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ IT-ൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് തോന്നുന്നത് രണ്ടത്താണിയിൽ നടന്ന സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു LED ഡിസ്പ്ലേ ആദ്യമായിട്ട് അത് ചെന്നൈയിൽ നിന്നൊക്കെയാണ് അന്ന് വരുത്തിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ തന്നെ ഒരു വലിയൊരു സമ്മേളനത്തിൽ LED ഡിസ്പ്ലേ ഉപയോഗിക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഓരോ കാലഘട്ടത്തിലും ടെക്നോളജിയുടെ എല്ലാ മേഖലകളും പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഒരു രസകരമായ കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ ഇപ്പം നമുക്ക് LED ഡിസ്പ്ലേക്കുള്ള സ്പേസ് നമുക്കറിയാം. അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാനർ വലിച്ചു കെട്ടലാണല്ലോ. അല്ലെങ്കിൽ പിന്നീട് അത് ഈ ബാനറിൽ നിന്ന് നമ്മൾ ഈ ബാക്ക് ഡ്രോപ്പിലേക്ക് മാറുന്നത്, നമ്മൾ ബാക്ക് ഡ്രോപ്പ് കടെടുത്തിട്ടുള്ളത് CPM-ൽ നിന്നാണ്. അതിലൊരു കഥ ഉണ്ട്. അത് ഞാനും സാബിർക്ക് ഒരിക്കൽ മലപ്പുറത്ത് ഞങ്ങളൊരു സയൻസ് കോൺഫറൻസിൻ്റെ വേദി നോക്കുന്നതിന് വേണ്ടി, മലപ്പുറം ടൗൺ ഹാള് നോക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പോയപ്പോൾ അവിചാരിതമായി അവിടെ CPM-ൻ്റെ CITU-ൻ്റെ ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ അവരുടെ ഇന്നർ കോൺഫറൻസാണ് ആ സമയത്ത് നടക്കുന്ന റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്തേക്ക് അതിലെ പ്രതിനിധികളല്ലാതെ ആരെയും പ്രവേശിപ്പിക്കില്ല. സാബിർക്ക് ആ കാലത്ത് അദ്ദേഹത്തിനൊരു ശീലം ഉണ്ടായിരുന്നത് വൈറ്റ് ഷർട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലമായിരുന്നു. ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും. അപ്പോൾ പൊതുവെ കണ്ടാലേ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആളുകളാണെന്നുള്ള നിലക്ക് ഞങ്ങൾ അതിനകത്തേക്ക് കടന്നു. ഞങ്ങൾ കടന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത്. നമ്മൾ CPM-ൻ്റെ സമ്മേളനം കാണുന്ന പോലെ അവിടെ ടൗൺ ഹാൾ ശരിക്ക് അവർ അറേഞ്ച് ചെയ്ത് ഡെസ്കൊക്കെ ഇട്ട് അതിന് പ്രതിനിധികൾ മാത്രം ഇരിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ബാക്കിൽ വന്നിരുന്നു. ഞങ്ങൾ ഈ ഹാള് നമുക്ക് പരിപാടിക്ക് പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ സ്റ്റേജ് അതിമനോഹരമായൊരു ബാക്ക് ഡ്രോപ്പ് കൊണ്ട്, ചുവന്ന ബാക്ക് ഡ്രോപ്പ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മളെ പരിപാടിയിൽ ഈ ബാനർ വലിച്ചു കെട്ടാതെ മനോഹരമായി ബോർഡ് അടിച്ചിട്ട് വെച്ച നമ്മൾ കാണുന്നത്. അതാണ് ഞങ്ങളെ ഏറ്റവും അതിൽ ആകർഷിച്ചത്. അപ്പോൾ ഓളം നമ്മളതിനെ ഫിക്സ് ചെയ്തു. ആ ബാക്ക് ഡ്രോപ്പിൻ്റെ ആളാരാന്ന് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ അവിടെയുള്ള മലപ്പുറത്തുള്ളൊരു പ്രായമുള്ളൊരു കാക്കയാണ്, CPM-കാരനാണ്.
അയാളാണ് ഞാനാണിത് ചെയ്യാറുള്ളത്. അയാളെ കണ്ടു. ആ സയൻസ് അവിടെ നടന്ന സയൻസിലാണ് നമ്മൾ ആദ്യമായിട്ട് ബാക്ക് ഡ്രോപ്പ്. ആ സയൻസിൻ്റെ വീഡിയോ നോട്ടെടുത്ത് നോക്കിയാൽ CPM-ൻ്റെ ചുവപ്പാണ് അതിൻ്റെ. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളാണ് ഡിസൈൻ ചെയ്ത് അയാൾ തന്നെയാണ് മൊത്തം കാര്യങ്ങൾ ചെയ്ത്. നമ്മൾ അതിൻ്റെ മാറ്ററും സംഗതി കൊടുത്തു. ചുവന്ന കളറിലുള്ള ഒരു ബോർഡാണ്. അതാണ് പിന്നീട് നമ്മൾ തൃശ്ശൂരിലേക്കൊക്കെ, അദ്ദേഹത്തെയാണ് നമ്മൾ തൃശ്ശൂരിലൊക്കെ ഉപയോഗപ്പെടുത്തിയത്. അവിടെ നിന്നാണ് ഈ രണ്ടത്താണിയിലേക്ക് ഈ ഇദ്ദേഹം പറഞ്ഞപ്പോൾ, നസീം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, നമ്മൾ ഈ സ്റ്റേജ് ഇതൊക്കെ ഇന്ന് വളരെയധികം മുന്നേ തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ചിത്രമൊക്കെ വരച്ച് റെഡിയാക്കി പ്ലാനുണ്ട്. അന്ന് സ്റ്റേജ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ബാക്കിലൊരു ബോർഡ് വെക്കാനുള്ള സ്പേസേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ LED വരുമ്പോൾ ഏകദേശം 2 അടി 3 അടി സ്പേസ് വരുമല്ലോ. ഈ സാധനം വന്നപ്പോഴാണ് നമ്മൾ കണ്ടിരുന്ന വലിയൊരു സ്പേസ് നമുക്ക് എന്ത് ചെയ്യും നഷ്ടപ്പെടുന്നു മനസ്സിലാവുന്നതും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബാക്കിലേക്ക് പരമാവധി വലിക്കാൻ വേണ്ടി കോൺട്രാക്റ്റുകാരായിട്ടുള്ള ഇത്, അത് അത്രയും നമുക്ക് അറിയില്ലായിരുന്നു ഈ സംവിധാനത്തിൻ്റെ ഒരു ഇത്. അത് അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. പിന്നീട് ഒരു വലിയ വിപ്ലവമായി. ഒരു പക്ഷേ ആ രംഗത്തും നമ്മളായിരിക്കും ചിലപ്പം അത്ര വലിയ സമ്മേളനങ്ങളിൽ ഇത്രയും മനോഹരമായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് അതിലേക്ക് ഒരുപാട് ഈ എന്താ പറയുക, പിന്നെ ആനിമേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ പുതിയ കുട്ടികൾ അതിലേക്ക് ഇൻക്ലൂഡ് ആക്കുകയുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നാൽ അതിൽ മുഴുവനാക്കാത്ത ചില ഭാഗങ്ങൾ കൂടെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിൽ പിന്നെ അതേപോലെ പറയാനുള്ളത്, ഇന്നിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പ്രോഗ്രാം ലൈവ് സ്ട്രീമിംഗ് ആണ്. അന്ന് നമുക്കതില്ല. എന്നിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യണം. ഈ പ്രോഗ്രാം കഴിഞ്ഞ് അത് പോയി എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് CD-കളാണെന്ന് വരിക. എന്നിട്ട് പിന്നെ ആ CD-കൾ നമ്മൾ വാങ്ങുന്നു. അതേപോലെ പ്രോഫ്കോൺ മിസ്സായ ആളുകളുണ്ടാവും, അവർക്ക് അതേപോലെ അത് കേൾപ്പിക്കാൻ നമ്മൾ കൈമാറും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫ്കോൺ അന്ന് മാത്രമല്ല, ഇതിൻ്റെ മുന്നുള്ള ഒരുപാട് വിവിധ തരത്തിലുള്ള ഒരു ദേവാ പ്രവർത്തനത്തിന് വലിയൊരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഫ്കോൺ. ശരിക്കും അന്ന് കാലത്ത് നമ്മൾ കൊടുക്കുന്ന കിറ്റ് ഉണ്ട് കുട്ടികളെ, അത് ഭയങ്കര വാല്യുബിൾ ആയിരുന്നു. കാരണം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇന്ന് വിരൽത്തുമ്പിലുണ്ട്, അന്ന് അത്ര ഇല്ല. അപ്പോൾ നമ്മൾ ഈ കിറ്റ് ഭയങ്കര വാല്യുബിൾ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കായിരുന്നു. പിന്നെ നോട്ട്സുകൾ ഉണ്ടാവും, അത് A4-ലുള്ള കുറച്ച് പ്രിന്റ് ഔട്ട്സുകളാണ് നോട്ട്സുകളായിട്ട്. പിന്നെ ബുക്കുകൾ ചിലവർ ഗിഫ്റ്റായി കൊടുക്കാം. അതിലും വളർച്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇടക്കാലത്ത് പെൺഡ്രൈവുകളിലേക്ക് മാറി. ഈ പറളി പ്രോഫ്കോണിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് പോസ്റ്റ് പ്രോഫ്കോൺ മീറ്റ് അതിഗംഭീരമായി നമ്മൾ നടത്തിയത്. കുറ്റിക്കാട്ടൂർ AWH എഞ്ചിനീയറിംഗ് കോളേജിൽ അക്ബർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു 3 ദിവസത്തെ വളരെ ട്രെയിൻഡായിട്ടുള്ള ഒരു ക്യാമ്പ് നടക്കുകയുണ്ടായി. ആ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾ പിന്നീട് നേരത്തെ അഫ്സൽ പറഞ്ഞ മാതിരി നമ്മളെ വിവിധ തലങ്ങളിൽ, സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും പ്രൊഫഷണൽ തലങ്ങളിലൊക്കെ ഭാരവാഹികളായി വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ജാസിർ സബരി ഉമറൊക്കെ അന്ന് ആ ക്യാമ്പിൽ പങ്കെടുത്ത ആളാണ്. ഒരുപാട് മുഖങ്ങളെ ആ ഒരു തലത്തിലുള്ള ആളുകളുടെ ഒരുപാട് മുഖങ്ങൾ അത്തരം ക്യാമ്പ്, അത് പ്രോഫ്കോണിൻ്റെ ഒരു തുടർച്ച സാധ്യമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള പരിപാടി. ശരിക്കും നമ്മളൊക്കെ ഒരു ക്യാമ്പസിലെത്തുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, എന്ത് ഇസ്ലാമിൻ്റെ ഒരു സന്ദേശം ക്യാമ്പസിലുള്ള എല്ലാ കുട്ടികൾക്കും, ഒരു മുസ്ലിം കുട്ടികളെന്നല്ല, അത് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ ശരിക്ക് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അത് അറ്റ്ലീസ്റ്റ് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങളൊരു ബാച്ച് അതിന് നമ്മൾ പ്രോഫ്കോണിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ടീമിനെ ആദ്യം ഉണ്ടാക്കാം, ഇതിന് പ്രവർത്തിക്കാനൊരു ടീം വേണമല്ലോ. ആ ടീമിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് പറളി, അതുപോലെ പറളി പ്രോഫ്കോണിന് തൊട്ട് മുമ്പ് നടന്ന അൽ-അസ്ഹർ ക്യാമ്പസിൽ. അൽ-അസ്ഹറിലാണ് നമ്മളും പോയത്. പിന്നെ അപ്പോഴേക്ക് പിന്നെ നമ്മൾ MSMൻ്റെ നേതൃസ്ഥാനത്ത് എത്തി ക്യാമ്പസിൽ. പിന്നെ അവിടുന്ന് ഒരു ബാച്ച് ഉണ്ടാക്കി പറളി. അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് ധാർമ്മികത മാനവികത ഇസ്ലാം എന്ന് പറഞ്ഞ പേരിൽ അക്ബർ സാഹിബിനെ വെച്ച് നമ്മളൊരു പരിപാടി അന്ന് TKM-ൽ വെച്ചിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. ഇന്നത്തെ വിഷയം ഉണ്ടല്ലോ, ശരിക്കും ഞാൻ അത് പറയാനാണ് വന്നത്. ഇന്നത്തെ ഈ ജെൻഡർ ഈക്വാലിറ്റി, സ്ത്രീ സംബന്ധമായ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് അല്ലെങ്കിൽ ഫെമിനിസം, ഇതൊക്കെ അന്ന് വളരെ അധികം ചർച്ച വന്നൊരു പ്രോഗ്രാമാണ് ശരിക്കത് ധാർമ്മികത മാനവികത ഇസ്ലാം.
ഒരു ദീർഘമായ സംസാരമാണ്, ഒരുപാട് ഓർമ്മകൾ. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ദിവസങ്ങൾ മതിയാവില്ല. ഏതെങ്കിലുമൊക്കെ വളരെ ഇതിൽ സൂചിപ്പിക്കണമെന്ന് തോന്നുന്ന, നമ്മൾ ആസ്വദിച്ച ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളോ മറ്റുണ്ടെങ്കിൽ ചുരുങ്ങിയ വാചകങ്ങളിൽ കൂട്ടിച്ചേർക്കുന്നത് നന്നായിരിക്കും. ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചിലപ്പോൾ ദിവസങ്ങളോളം പറയാനുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ് പ്രോഫ്കോണിന് സമൂഹത്തിന് കൊടുത്ത സംഭാവന എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ പടച്ചവനെ ഭയപ്പെടുന്ന ഒരുപാട് പ്രൊഫഷണലുകൾ ഏത് മേഖലയാവട്ടെ സംഭാവന ചെയ്തുകൊണ്ട് അത് നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. ഒരു 15 വർഷം മുന്നേ പ്രോഫ്കോണുകളിൽ കണ്ട ആളുകളുടെയൊക്കെ ഇന്നത്തെ അവരുടെ വർക്കും കാര്യങ്ങളും ശരിക്കും അതിൻ്റെ ഒരു നേർരേഖാചിത്രം നമുക്ക് അവരിലൂടെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് പ്രോഫ്കോൺ സമൂഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്നാണ് ഈ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യത്വമൊന്നും ആവശ്യമില്ല, സ്വാർത്ഥത മതി എന്ന് തീരുമാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവും. അവിടുന്ന് വളരെ റോൾ മോഡലുകളായി സ്വീകരിക്കാവുന്ന പ്രൊഡക്റ്റുകളെ സൃഷ്ടിക്കാൻ പ്രോഫ്കോണിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ പ്രോഫ്കോണിൻ്റെ ഒരു ഏറ്റവും വലിയ വളർച്ച ശരിക്കും തോന്നുന്നത് മലപ്പുറം പ്രോഫ്കോൺ മുതലായിരിക്കും. അതൊന്നുകൂടെ നമ്മളൊക്കെ വിചാരിച്ചതിൻ്റെ ഒരു അപ്പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം എറണാകുളം സിയാലിൽ വെച്ച് നടന്ന പ്രോഫ്കോൺ ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രോഫ്കോൺ ആയിരുന്നു. തുടർന്ന് എറണാകുളം പ്രോഫ്കോണിന് ബാംഗ്ലൂരിൽ നിന്ന് 13 വാഹനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ വന്നിട്ടുണ്ട്. 13 വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനവും ഫോറിനേഴ്സ് ആയിരുന്നു. അതുപോലെ എറണാകുളം പ്രോഫ്കോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ആദ്യമായി HD ക്വാളിറ്റിയിൽ ലൈവ് സ്ട്രീം വിട്ട പ്രോഫ്കോണ്. അതിൻ്റെ ഒരു ഗുണം എന്തായിരുന്നു വെച്ചാൽ, ഈ എയർപോർട്ട് അടുത്തായതുകൊണ്ട് അവിടെ BSNLൻ്റെ ലീസ്ഡ് ലൈൻ അവൈലബിൾ ആയിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ സ്പീഡ് ഉണ്ടെങ്കിലും ലേറ്റൻസി എന്നൊരു സാധനമുണ്ട്, അതില്ലാത്തതുകൊണ്ട് നമുക്ക് HD സ്ട്രീം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് ആദ്യമായി എനിക്ക് തോന്നുന്നു ആദ്യമായി നടന്ന പ്രോഗ്രാം നമ്മുടെ പ്രോഫ്കോണാണ്. ആദ്യമായി ഒരു HD ലൈവ് സ്ട്രീം നടന്ന ഒരു, നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടീമിനെ ഇവിടെ പോയി കണ്ടെത്തി അവരാണല്ലോ. ബോംബെ മുംബൈ ടീമാണ് അതിൻ്റെ വീഡിയോ സാധനങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള വളർച്ചക്കും മൊത്തം അത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സെയ്ദ് പട്ടേലൊക്കെ ആയിരുന്നു തോന്നുന്നത്. അവരൊക്കെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അവർ വന്നിരുന്നത് പത്തനംതിട്ട പ്രോഫ്കോൺ അല്ല. നമ്മളൊരു പ്രൊഫഷണൽ രീതിയിലേക്ക്, ഇപ്പോൾ ഈ മീഡിയ സ്കൂളിൻ്റെയൊക്കെ ഇത് എന്താണ് ജനിച്ചത് അങ്ങനെയാണ്, ആ ഒരു ലേണിംഗ് എന്നാണ്. അത് മുംബൈ ടീം, അതൊരു ബോളിവുഡ് ടീമാണ്. അവർ പിന്നെ ദീനി രംഗത്തേക്ക് മാറുകയും അതേ പ്രൊഫഷണൽ സാങ്കേതിക വിദ്യ ദേവാരംഗത്ത് ഉപയോഗപ്പെടുത്തി ട്രെയിൻ ചെയ്തത്. എങ്ങനെയായിരിക്കണം വീഡിയോ റെക്കോർഡിങ്, അതായത് സ്റ്റേജിൽ വിരിക്കേണ്ട കാർപ്പറ്റ് പോലും എങ്ങനെയായിരിക്കണം എന്ന് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ശരിക്കും നമ്മൾ കൺസെപ്റ്റുകൾ കൊണ്ടുവന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവരാണ് അന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഏതായിരുന്നാലും ഈ ഓർമ്മകൾ നമ്മളിപ്പോൾ ഇവിടെ അയവിറക്കിയത് മറ്റൊന്നിനുമല്ല, പ്രാർത്ഥനകളായി പലയിടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില നന്മകളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പ്രോഫ്കോണുകൾ അതിൻ്റെയൊക്കെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഇന്ന് പ്രോഫ്കോണിൻ്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലടക്കം പ്രീ പ്രോഫ്കോണുകളും പോസ്റ്റ് പ്രോഫ്കോണുകളും പ്രൊഫഷണലുകളെ മാത്രം സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പ്രൊഫൈസ് അടക്കമുള്ള ഫോക്കസ് അടക്കമുള്ള പരിപാടികളുമൊക്കെയായി അത് മുന്നോട്ട് പോകുന്നു. കേരളത്തിൻ്റെ അതിർത്തി മാറ്റിവെച്ച് കേരളത്തിന് പുറത്തേക്ക് പ്രോഫ്കോൺ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക്, വളർച്ചയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൂട്ടായ്മയെ എത്തിച്ചിരിക്കുന്നു എന്നുള്ള ഈ ഒരു സന്തോഷം ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പങ്കെടുത്ത ബഹുമാനനായ സി മുഹമ്മദ് റാഫി, അതുപോലെ തന്നെ ഹഫ്സൽ, പ്രിയപ്പെട്ട നസീം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടെ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.